ഹലോ ഗൈസ്, ഞാൻ ദേവുവാണ്. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പോണത് ദുബായ് മാളിലേക്കാണ്. ഇതെൻ്റെ ആദ്യത്തെ ദുബായ് മാളിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോയുമാണ്. എൻ്റെ ആദ്യത്തെ മെട്രോ യാത്രയാണ്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് ദുബായ് മാളിൽ പോണത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചങ്ങ് മാറിയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതൊരു വെയർ ഹൗസ് ആയിരുന്നു ആക്ച്വലി. ഇത് കഴിഞ്ഞ മാസം തീ പിടിച്ച് ഫുള്ള് നശിച്ചു പോയി. ഒരാഴ്ചയോളം അത് നിന്ന് കത്തി എന്നാണ് പറയണത്. അതിൻ്റെ തീ അണഞ്ഞിട്ടുണ്ടായില്ല എന്ന് പറയണേ. അപ്പോൾ ഇപ്പോൾ മെയ് മാസം ഇവിടെ നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. നമുക്ക് പുറത്തിറങ്ങി കത്തി കരിഞ്ഞു പോകും, അത്ര നല്ല ചൂടാണ്. ആ ചൂടത്താണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ദുബായ് മാൾ കാണാൻ പോണത്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ടൊക്കെ ഇറങ്ങി. വലിയ വെയിൽ വരുന്നതിന് മുന്നേ എത്താമെന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു, പക്ഷേ നല്ല വെയിലായിപ്പോയി. ഇങ്ങനെ പോണ വഴിക്ക് നമ്മളിതാ മെട്രോ കയറാനായിട്ട് കാറിൽ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് കുറേ നല്ല നല്ല യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് അൽനാദ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നാണ് നമ്മളിനി മെട്രോ കയറി പോകാൻ പോണേ. അപ്പോൾ ആദ്യമായിട്ട് മെട്രോ കയറുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റ്സും എനിക്കുണ്ട്. ഒരു കുന്നം അറിയാതെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോവാണ്. അപ്പം നമ്മൾ പോയി കാർഡൊക്കെ ചാർജ് ചെയ്തു. ഇനി മെട്രോ വരുന്ന സ്ഥലത്തേക്ക് പോവാണ്. നമുക്ക് 2 മെട്രോ മാറി കയറണം കേട്ടോ. ഇവിടെ റെഡ് ലൈനും ഗ്രീൻ ലൈനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 മെട്രോ മാറി കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ മെട്രോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ മെട്രോ വന്നപ്പോൾ ഉള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര റഷാണ്. നമ്മുടെ നാട്ടിലെ മെട്രോ പോലെ അല്ല, നല്ല തിരക്കാണ്. കയറി നിന്ന് കാല് കുത്താൻ പറ്റിയ ഭാഗ്യം. അപ്പം അങ്ങനെ ഞങ്ങൾ വന്ന് റെഡ് ലൈൻ ചേഞ്ച് ചെയ്യുന്നിടത്ത്, അതായത് യൂണിയൻ സ്റ്റേഷനിൽ ഇറങ്ങി അടുത്ത മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്തു. മെട്രോ വന്നു, നമ്മളിതാ കയറി ദുബായ് മാളിലേക്ക് പോവാണ്. ഇവിടെ ഒരുപാട് പല രാജ്യക്കാരും വന്ന് താമസിക്കുന്ന ഏരിയയാണ്. ഇപ്പം ആക്ച്വലി ദുബായ് എന്ന് പറഞ്ഞ ഭംഗി ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നത്. കാരണം നമ്മുടെ ഏരിയയിലോട്ടൊന്നും ഇത്രയ്ക്കും പച്ചപ്പും ഹരിതാപവും ഒന്നും കാണാനേ ഇല്ല. അങ്ങനെ മെട്രോയ്ക്ക് ഇറങ്ങി കാർഡൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ദുബായ് മാളിൽ എത്തിയെന്ന്. ഇനി ഇവിടെ നിന്ന് ദുബായ് മാളിലേക്ക് ഒരുപാട് നടക്കാനുണ്ട് ഗൈസ്. ഈ നടന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം, എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലോ ഞാൻ നടന്നു എന്ന് തോന്നുന്നു. കുറേ നടന്ന് എക്സിലേറ്ററുകൾ കയറി പോയി അങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ ദുബായ് മാളിൽ എത്തുള്ളൂ കേട്ടോ. ആ പോണ വഴിക്ക് നമുക്ക് ബുർജ് ഖലീഫ കാണാം. അങ്ങനെ കുറേ ടൂറിസ്റ്റുകൾ വന്ന് കാണുന്ന കുറേ പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്തേക്കൊക്കെ നമുക്ക് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മളിതാ അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടന്ന് പോവാണ്. ആക്ച്വലി നമ്മൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എന്താ പറയുക, ഒരു മായാലോകത്ത് വന്ന് പെട്ട പോലെയാണ് കേട്ടോ. നമ്മൾ വേറെ വലിയ രാജ്യങ്ങളിലൊക്കെ പോയപ്പോഴത്തെ ഒരു ഫീലാണ്. ഫൈനലി നമ്മൾ ദുബായ് മാളിനെ കണ്ടു. ഇനിയും പോകാനും പറ്റും, കണ്ടുകൊണ്ടിട്ട് കാര്യമില്ല. ഇനി കുറച്ചങ്ങ് നടന്നാലാണ് നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ആ പോണ വഴിക്കും കുറേ കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഷോപ്പുകൾ ചെറുതാന്ന് വിചാരിച്ച് കയറി ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, നല്ല വിലയാണ്. കാരണം നമ്മളിപ്പോൾ ചോദിച്ചു ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിവിടെ ഭയങ്കര അടിച്ച് പൊളിച്ചൊക്കെ പോകാതെ. എവിടെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഏറ്റവും ലോക്കലായിട്ട് പോകുന്നത് നമ്മൾ മാത്രമായിരിക്കും. നല്ല മോഡേണൊക്കെ ആയിട്ടാണ് എല്ലാവരും വരുന്നത്. അങ്ങനെ ഒരു ഐസ്ക്രീം കട കണ്ടു. ആഫ്രിക്കൻ ചേച്ചി എന്ന് തോന്നുന്നു. ചേച്ചി നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ദാഹിച്ച് വലഞ്ഞ് വന്നതുകൊണ്ട് ഒരു ജ്യൂസ് കുടിച്ചു. ജ്യൂസിൻ്റെ വില കേട്ടതോടെ നമ്മുടെ ദാഹവും തീർന്നു. അപ്പം അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഐസ്ക്രീമൊക്കെ നോക്കി വായ പൊളിച്ച് നിന്നിട്ട് ലാസ്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അപ്പോൾ ഇവിടെ ഒരു നമ്മൾ കമ്മലിൻ്റെ കട കണ്ടു കേട്ടോ. അവിടെ അത്യാവശ്യം ചെറിയ വില കുറവായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വന്നതല്ലേ എന്തെങ്കിലും വാങ്ങുമോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഒരു സെറ്റ് കമ്മൽ മേടിച്ചു. 5 എണ്ണത്തിനൊരു 49 ബെഡ്. അങ്ങനെ നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ ഷോപ്പുകളുടെ ഉള്ളിലൊന്നും കയറിയൊന്നുമില്ല, ഒക്കെ പുറത്തുനിന്ന് കണ്ട് ആസ്വദിച്ചു. ഇത് നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, ഇതൊക്കെ ആക്കി വെച്ചേക്കുന്നവരുടെ കഴിവാഭാരം തന്നെ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നുമില്ല, അല്ലെങ്കിലും ഒന്നുമില്ല. പിന്നെ അങ്ങനെ കുറേ നടന്ന് വീഡിയോസൊക്കെ എടുത്ത് എല്ലാം എൻജോയ് ചെയ്ത് കുറേ നടന്നു. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയം കാണണം, പിന്നെ വാട്ടർഫോൾസ് കാണണം. അക്വേറിയം വാട്ടർഫോൾസും തപ്പി നമ്മൾ കുറേ നടന്നു.
അപ്പോൾ നമുക്ക് വഴി തെറ്റാതിരിക്കാനായിട്ട് അവിടെ കുറേ എന്താണ് ലൊക്കേഷനൊക്കെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു അക്വേറിയം ഷോപ്പിൽ കയറി. അവിടെ കയറി വെറുതെ ഒന്ന് വില നോക്കിയതാണ്. എല്ലാത്തിനും നല്ല വിലയാണ്. അപ്പോൾ നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ചു പോകുന്നു. പിന്നെ ഫൈനലി നമ്മൾ അക്വേറിയം കണ്ടുപിടിച്ചു. അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് സെപ്പറേറ്റ് എമൗണ്ട് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കയറിയൊന്നുമില്ല, അല്ലാതെ നമ്മൾ പോയി പുറമേ നിന്ന് കണ്ട് ആസ്വദിച്ചു. അടിപൊളി, എന്താ പറയുക, കടലിൻ്റെ അടിത്തട്ട് അങ്ങനെ തന്നെ അവരോട് കൊണ്ട് പണിത് വെച്ചിട്ടുണ്ട്. അത്ര അടിപൊളിയാണേ. അങ്ങനെ അക്വേറിയം ഫിഷ് കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. എവിടെ ചെന്നാലും പിന്നെ നമുക്ക് ഫുഡ് മെയിനാണല്ലോ. അപ്പം നമ്മൾ KFCയിൽ പോയി. ഏറ്റവും വിലക്കുറവ് KFC മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വാട്ടർഫോൾസ് തപ്പി നടന്ന് കണ്ടുപിടിച്ചു. നോക്കി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഒരു രക്ഷയില്ല, അടിപൊളി. അങ്ങനെ നമ്മൾ അപ്പുറത്തൊക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ ഷോ കാട്ടി നടന്ന് അങ്ങനെ കുറേ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മളിതാ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈവനിങ് ആയി. തിരിച്ച് നമ്മൾ എത്തണം. നല്ല ട്രാഫിക്കുള്ള ടൈമാണ്. ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് മെട്രോയിലേക്ക് നടക്കുകയാണ്. എവിടെ നിന്ന് തിരിച്ചത്രയും നമ്മൾ ഇങ്ങോട്ട് നടന്ന് വന്ന പോലെ തന്നെ അങ്ങോട്ടേക്ക് ഇവിടെ നടക്കാനാണ് കേട്ടോ. അപ്പോൾ നടന്ന് പോകുന്ന വഴിക്കൊക്കെ എന്ത് ഭംഗിയെ കാണാനെന്ന് അറിയുമോ. ശരിക്കും എൻജോയ് ചെയ്ത് നടക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ നടന്ന് കാലുവേദന എടുത്തുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ തിരിച്ചിതാ വന്നു, മെട്രോയിൽ കയറി. പിന്നെ അതൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം നല്ല റഷായിരുന്നു മെട്രോ. അതിൻ്റെ ഇടയ്ക്ക് ഫോണും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഫോൺ താഴെ പോകും. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.